ഒരു വ്യക്തിയെ കൊണ്ടുവന്ന് തിരുവനന്തപുരത്ത് വെച്ച് നടത്തിയിട്ടുള്ള ഒരു പത്രസമ്മേളനം ഞാൻ കണ്ടു. അതിനുശേഷം അതിന്റെ വിശദാംശങ്ങൾ അറിയണമെന്ന് എനിക്ക് തോന്നി. കൃത്യമായിട്ടുള്ള എന്നെ അപകീർത്തിപ്പെടുത്തണമെന്നും ഗൂഢാലോചന നടത്തി തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ എന്നെ അപമാനിക്കണമെന്നുള്ള ദുരുദ്ദേശത്തോടു കൂടിയുള്ള വാർത്താ സമ്മേളനമായിട്ട് എനിക്കത് മനസ്സിലായതിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ ക്ലിപ്പിംഗ് അടക്കം എടുത്തുകൊണ്ട് കേരള DGPക്ക് ഞാനൊരു പരാതി നൽകിയിട്ടുണ്ട്. അതുകൂടാതെ ബാംഗ്ലൂർ ബേസ്ഡ് എന്നുള്ള കാര്യങ്ങൾ പുറത്തു വന്നപ്പോൾ ഞാൻ ബാംഗ്ലൂരിൽ പോയി അവിടുത്തെ കമ്മീഷണർ ഓഫ് പോലീസിനെ കണ്ട് ഒരു പരാതി നടത്തിയിട്ടുണ്ട്. കാരണം ഇതിന്റെ നിജസ്ഥിതി അറിയാൻ വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് അന്വേഷണം നടത്തണമെന്നുള്ളതാണ് ഞാൻ അതിലൂടെ പറഞ്ഞിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് അടുത്ത് വന്നപ്പോൾ കോൺഗ്രസിന്റെ വിജയം ഉറപ്പാണ് എന്ന് വരുമ്പോൾ ആസൂത്രിതമായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധ്യതയുള്ള ഒരാളെ എന്നുള്ള നിലയിൽ കൊണ്ടുവരുന്ന രാഷ്ട്രീയ നാടകങ്ങൾ മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം തന്നെ വാർത്താ സമ്മേളനം നടത്തിയ ആളിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു അന്വേഷണം കൂടി ഞാൻ നടത്തി. ഞാൻ എന്റെ കയ്യിൽ കോപ്പി ഇല്ലാത്തത് കൊണ്ട് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് വാർത്താ സമ്മേളനം നടത്തിയ ആളിന് ഉള്ള ബാംഗ്ലൂരിലുള്ള 76 കേസിന്റെ വിശദാംശങ്ങളാണ്. കൃത്യമായ ഒരു ക്രിമിനലിനെ കൊണ്ടുവന്ന് അതിന്റെ പിന്നിൽ ആരൊക്കെ പ്രവർത്തിച്ചാലും കൊണ്ടുവന്ന് എന്നെ പോലെയുള്ള ഒരാളിന്റെ ഏകദേശം 4 പതിറ്റാണ്ട് നീണ്ടു നിൽക്കുന്ന പൊതുരംഗത്തെ സംശുദ്ധമായ രാഷ്ട്രീയ രംഗത്തെ തകർക്കാൻ ശ്രമിച്ചാൽ അത് വിലപ്പോകില്ല. നിയമപരമായി ഏതറ്റം വരെ പോയും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ആളുകൾ ആരൊക്കെയായാലും അതിനുവേണ്ടി ഗൂഢാലോചന നടത്തിയിട്ടുള്ളവരാരൊക്കെയായാലും അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരിക തന്നെ ചെയ്യും. എന്റെ മരുമകന്റെ പേരിൽ ഫ്ളാറ്റില്ല, ലീസിന് ഒരു കെട്ടിടമെടുത്ത് അത് 5 വർഷത്തേക്ക് ലീസിനെടുത്ത് അത് 2 വർഷം കഴിഞ്ഞപ്പോൾ മുതൽ അവർ ഓണറുമായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട്. സ്വന്തമായ ഒരു ഫ്ളാറ്റും ഇല്ല. ലീസിനെടുത്ത് ജോലി ചെയ്യാൻ പോയിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ഞാൻ മറുപടി പറയുന്നില്ല. കാരണം കോടതിയിൽ കേസുകൾ ഉള്ളതാണ്. അപ്പോൾ കോടതിയിൽ കേസ് കിടക്കുന്നതാണ്. അവർക്കൊന്നും പേരിലൊന്നും ഒരു സെന്റ് പോയിട്ട് ഒരു പോയിന്റ് ഇതാണ് പോലും അവിടെ സ്ഥലമോ മറ്റു കാര്യങ്ങളോ ഇല്ല. ഞാനുമായി ബന്ധപ്പെടുന്നവർക്ക് കേസില്ല. സിവിൽ കേസ് ഇവര് ഈ ഫ്ളാറ്റുമായി ഇവരുടെ ഈ ഫ്ളാറ്റല്ല ഈ ഹോട്ടലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓണറുമായി ബന്ധപ്പെട്ട് അവർക്ക് കേസുണ്ട്. അത് ഷാനിമോളുമായി വ്യക്തികളാണ്. പ്രായപൂർത്തിയായ വ്യക്തികൾക്ക് ഇന്ത്യയിൽ എവിടെയും ജോലി ചെയ്യാനുള്ള അധികാരമുണ്ട്. ലീസ് അഗ്രിമെന്റ് മറ്റു കാര്യങ്ങൾ അതിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ലേ, അതല്ല എന്റെ വിഷയം. ഞങ്ങളൊക്കെ വലിയ ആവേശത്തിൽ കോൺഗ്രസ് നയിക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് മെയ് മാസത്തിൽ അധികാരത്തിൽ വരുന്നതിന് വേണ്ടി വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാര് ഇത്തരത്തിൽ ഒരു പ്രവർത്തനം നടത്തില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. അല്ല, ഇതൊക്കെ ഞാൻ തന്നെ പരാതി കൊടുത്തിരിക്കുകയല്ലേ. ഇതിനെ സംബന്ധിച്ച് അന്വേഷിക്കണം, അതിന്റെ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരണമെന്ന് ഞാൻ തന്നെ ആവശ്യപ്പെട്ടിരിക്കുക. കേരള DGPക്ക് രേഖാമൂലം ഞാൻ പരാതി കൊടുത്തു, നേരിട്ട് വിളിച്ചു, അന്വേഷണം നടത്തുന്നുണ്ട്. അത് കണ്ടുപിടിക്കണം എന്നുള്ളത് എന്റെ ആവശ്യമാണ്. അത് നമുക്ക് ആലോചിച്ച് തീരുമാനമെടുക്കും. ഞാനല്ലല്ലോ അത് പറയേണ്ടത്. അത് തീർച്ചയായിട്ടും കോൺഗ്രസിന്റെയും ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും നേതൃത്വം അതിനെ സംബന്ധിച്ച് കൃത്യമായി പഠിച്ചുകൊണ്ടുള്ള തീരുമാനമെടുക്കും. അത് എന്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല. അത് അല്ല, സീറ്റിനെ സംബന്ധിച്ച് തീരുമാനങ്ങളൊക്കെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് വന്നിരിക്കുന്നു. കോൺഗ്രസ് പാർട്ടിക്ക് കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. ഞാൻ മത്സരിക്കാൻ എനിക്ക് വിജയസാധ്യതയുണ്ടെങ്കിൽ എനിക്ക് പാർട്ടി സീറ്റ് നൽകുന്നതിന് വേണ്ടിയുള്ള തീരുമാനമെടുക്കട്ടെ. അത്തരം തീരുമാനങ്ങൾ കോൺഗ്രസിന് പല പടികളുണ്ട്. അത് CEC ആണ് അവസാന തീരുമാനം എടുക്കേണ്ടത്. ആ തീരുമാനങ്ങൾ അങ്ങനെ വരട്ടെ. അല്ല, ഞാൻ അരൂരില് തീർച്ചയായിട്ടും എന്റെ പേര് അരൂരിൽ തന്നെയാണ് ഉള്ളത്. ആ തീരുമാനം അന്തിമമായിട്ട് എടുക്കേണ്ടത് കോൺഗ്രസിന്റെ സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റിയാണ്.